ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് വളർത്തുക. അതായത് അവരെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജോലി, നല്ലൊരു നിലയിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അവരുടെ വിവാഹം, അതൊക്കെയാണ് ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ തകർത്ത് ചില കുട്ടികൾ പ്രേമിച്ച് ഒളിച്ചുകൂടാറുണ്ട്. എന്നാൽ അവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത്രയും കാലം അത്രയും സ്നേഹിച്ച് വളർത്തി സന്തോഷത്തോടെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അവരോട് ഒന്നും പറയാനില്ല. എന്നാൽ ഈ പാരന്റ്സിനോട്, ഈ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അവരെ തിരിച്ചു വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അവരോട് പറയാനുള്ളത്, വിളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാൻ പോവുക. അല്ലെങ്കിലും വിളിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. സമാധാനപരമായിട്ട് ചോദിക്കുക, വരുമോ, കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ അതേപോലെ തിരിച്ചു വരിക. അല്ലാണ്ട് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. കാരണം അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ഉള്ളതാണ് റൈറ്റ് ടു ചൂസ് വൺസ് ഓൺ പാർട്ട്ണർ. നമ്മളുടെ പാർട്ട്ണറെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനെ ഹനിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ അവിടെ പോയി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ക്രിമിനൽ ഇന്റിമിഡേഷൻ അടക്കമുള്ള ഒരുപാട് കേസസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ. അതുപോലെ തന്നെ എന്തെങ്കിലും വെപ്പൺസ്, ആയുധങ്ങൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അതിനും പ്രശ്നം വരും. അറ്റംപ്റ്റ് മർഡർ അടക്കമുള്ള കേസസ് വരാനുള്ള സാധ്യതയുണ്ടല്ല. ഇപ്പൊ റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ വ്യക്തികൾ ആയുധങ്ങളുമായിട്ട് പോയിട്ട് ഉള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് മർഡറിൽ കേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. പോവുക, സംസാരിക്കുക, വരുവാണെങ്കിൽ കൂട്ടിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെൺകുട്ടികളാണ് പോയിട്ടുള്ളെങ്കിൽ പെൺകുട്ടികളോട് ഒരു കാരണവശാലും നീയുമായിട്ടൊരു ബന്ധവുമില്ല, ഇനി നമ്മളുമായിട്ടൊരു ബന്ധമില്ല, വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല അവരോട്. കാരണം അവർക്ക് അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയുള്ള ചോയ്സ് എന്ന് പറയുന്നത് പാരന്റ്സിന്റെ അടുത്ത്, രക്ഷിതാക്കൾക്ക്, അതായത് അവരുടെ സ്വന്തം വീട്ടിലേക്ക് വരിക എന്നുള്ളൊരു മാർഗം മാത്രമാണ്. അതില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ മാർഗമില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാരന്റ്സ് ആ കാര്യം പറയാതിരിക്കുക. കാരണം അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് വേറെ എവിടെയും പോകാനുള്ള മാർഗമില്ല, എവിടെ പോകണ്ടെന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രേമിച്ച് ഒളിച്ചോടി പോയിട്ടുള്ള കേസസിൽ ആത്മഹത്യ ചെയ്യാനുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. കാരണം പാരന്റ്സ് നോക്കില്ല എന്ന്, അല്ലെങ്കിൽ പാരന്റ്സുമായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് എത്തിക്കിട്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇവർ സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പാരന്റ്സും അങ്ങനെ പറയാം. അവര് സങ്കടം കൊണ്ട് പറയുന്നതാണ്, ഓക്കെ. പാരന്റ്സിന് അത്രയും വിഷമം ഉണ്ടാകും, കാരണം അത്രയും ആശിച്ച് മോഹിച്ചിട്ടുള്ള ഇതാണ്. പക്ഷെങ്കിൽ ഒരു കാരണവശാലും എത്ര സങ്കടം ഉണ്ടായിരുന്നാലും ശരി അങ്ങനെ ഒരു കാര്യം പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ, കയറിപ്പോയ വീട്ടിൽ ആ കൊച്ചിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ വഴിയില്ല. അവർ ആത്മഹത്യ എന്നൊരു വഴി മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പറയാതിരിക്കുക. ഓക്കെ. വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay. Thank you.